ഞാൻ ചന്ദ്രൻ പൂച്ചക്കാട്. ഒരു 10-20 വർഷം മുമ്പ് ലോകത്ത് അന്ന് വരെ നിലവിലില്ലാത്ത ഒരു പുതിയ തൊഴിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി ആ മേഖലയിൽ ചെറിയ തോതിൽ സേവനം തുടങ്ങിയിട്ട് അതിന് ഇവിടുത്തെ നിങ്ങളുടെ സമൂഹം, പത്രസമൂഹം, മാധ്യമ സമൂഹം എന്നെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നൊരു ഡീലാമിനേറ്ററാക്കി മാറ്റി. 10-25 കൊല്ലം ആ രംഗത്ത് തന്നെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് നന്ദി. ഈ 2019 ഇന്ത്യയിലെ ഒട്ടുമിക്ക പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു, ഒരു ചിത്രം. അത് നമ്മുടെ ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർ തമിഴ്നാട്ടിലെ മഹാബലിപുരം എന്ന സമുദ്രതീരത്ത് രാവിലെ പ്രഭാത നടത്തത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ദണ്ട് ഉണ്ടായിരുന്നു. ആ ചിത്രം ഇതാണ്. നരേന്ദ്രമോദി അവർ കയ്യിൽ കൊണ്ടു നടന്നിരുന്ന ഒരു ദണ്ടിൻ്റെ ചിത്രം. ഈ ചിത്രം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കിടയിൽ വലിയ ചർച്ചയ്ക്കിടയായി. കാരണം പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ തങ്ങിയിരുന്നത് ചൈനീസ് പ്രസിഡൻറ്റുമായിട്ടുള്ള ഒരു ഉഭയകക്ഷി ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിനിടയിൽ പ്രധാനമന്ത്രിയുടെ പ്രഭാത നടത്തത്തിനിടയിൽ ഇങ്ങനെ ഒരു സാധനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കണ്ടതുകൊണ്ട് മാധ്യമങ്ങൾ അതൊരു ചോദ്യമുനയിൽ നിർത്തി. പക്ഷേ അതിൻ്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ട്വിറ്ററിൽ അതിന് മറുപടി കൊടുത്തു. ആ ട്വിറ്ററിന് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എന്നെപ്പോലുള്ള കുറച്ച് പേർക്ക് ഇതെന്താണെന്ന് മനസ്സിലായി. അദ്ദേഹം മറുപടി കൊടുത്തത് ഇതാണ്: അത് അക്യുപ്രഷർ റോളർ എന്നാണ്. അദ്ദേഹം അതിനെ കൊണ്ട് എനിക്ക് ആരോഗ്യകരമായ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ടെൻഷൻ കൂടുമ്പോൾ ഈ ദണ്ട് ഉപയോഗിക്കാറുണ്ട്, ഈ റോളർ യൂസ് ചെയ്യാറുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ റോളർ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അത് അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. ഞാൻ അക്യുപങ്ക്ചറിൽ യൂണിവേഴ്സിറ്റി ഡിഗ്രി എടുത്ത ഒരാളാണ്, അക്യുപ്രഷർ പഠിപ്പിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും നരേന്ദ്രമോദി ഉപയോഗിച്ച ദണ്ട് ഇതാണത്. ഇത് ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് കസ്റ്റമേഴ്സിനെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നത് കൈകളിലും കാലുകളിലുമുള്ള റിഫ്ലക്സ് പോയിന്റുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സ്റ്റിമുലേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ആന്തരിക അവയവങ്ങളെ കൈകളിലെ ന്യൂറോണുകളുമായി കണക്ട് ചെയ്തിട്ടുണ്ട് എന്നും ഇവിടെ സ്റ്റിമുലേറ്റ് ചെയ്താൽ ആന്തരിക അവയവങ്ങൾക്കും ബ്രെയിനിനും ആവശ്യമായ സ്റ്റിമുലേഷൻ കിട്ടുമെന്നും ആരോഗ്യത്തിൻ്റെ ബാലൻസിങ് സാധ്യമാകുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം. അപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾ ആദ്യം ചിന്തിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് സ്വന്തം ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഇത്തരം ഒരു ദണ്ട് ഉപയോഗിക്കാമെങ്കിൽ ആരോഗ്യ രംഗത്ത് ഏറ്റവും ചാലഞ്ച് നേരിടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളം ഇപ്പോൾ ഡയബറ്റീസിൻ്റെ തലസ്ഥാനം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഡയബറ്റീസ് മാത്രമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കാരണം കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ആരോഗ്യത്തിനെ നിലനിർത്തുന്നതിന് എന്തെല്ലാം ചെയ്യണമോ ആ രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയിലാണ് ഈ നമ്മുടെ ഇവിടെയുള്ള ആരോഗ്യ മേഖലയിലുള്ള ഹോസ്പിറ്റലുകളിൽ വിദേശ നിക്ഷേപങ്ങൾ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ വിദ്യ അല്ലെങ്കിൽ റിഫ്ലക്സോളജി കേരള സമൂഹത്തിന് അത്യാവശ്യമാണെന്ന് മനസ്സിലാവുകയും ഒരു സമൂഹത്തിലേക്ക് അതിനെ ഒന്നുകൂടി റിഫൈൻ ചെയ്ത് അയക്കുന്നതിന് വേണ്ടി ഞാനൊരു കമ്പൈൻ ചെയ്തിട്ടുള്ള റിഫ്ലക്സോളജിയെയും സുജോക്കിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആയുർവേദത്തിലെ മർമ്മ എന്ന് പാരമ്പര്യമായി പറഞ്ഞ യോഗാശാസ്ത്രത്തിലെ മർമ്മ പോലുള്ള വിദ്യകളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിഫ്ലക്സ് മർമ്മ എന്ന ഒരു പുതിയ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അത് കേരളത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ കേരളത്തിലുള്ള ഇത്രയധികം ആളുകളിലേക്ക് ഇത് എത്തിക്കണമെങ്കിൽ ഞങ്ങൾ കുറച്ച് പേര് നിന്ന് പ്രവർത്തിച്ചാൽ പോരാ. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ പുതിയ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അതിന് ഉപയോഗിക്കണം. അങ്ങനെയാണ് ഒരു മൊബൈൽ ആപ്പ് നിർമ്മിച്ചത്. CP's റിഫ്ലക്സ് മർമ്മ എന്നാണ് ആ മൊബൈൽ ആപ്പിൻ്റെ പേര്. ഈ മൊബൈൽ ആപ്പിലൂടെ 3 ദിവസത്തെ സ്കിൽ ട്രെയിനിങ് കൊടുത്താൽ ഒരാൾക്ക് ഇതല്ല ആരോഗ്യ സംരക്ഷണത്തിന് റിഫ്ലക്സോളജിയും മർമ്മയും പൊതുസമൂഹത്തിന് സേവിക്കാൻ തക്കവണ്ണം പ്രാപ്തരാകുന്ന സ്കിൽഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റായി മാറ്റാൻ പറ്റും. അപ്പോൾ ആ 3 ദിവസത്തെ പാക്കേജാണ് നമ്മളിപ്പോൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഈ സ്കിൽ ട്രെയിനിങ്ങിന് ഒരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് വേണം, അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ബാക്കപ്പ് വേണം. അങ്ങനെ
ഞങ്ങൾ റിഫ്ലക്സ് മർമ്മ CPs റിഫ്ലക്സ് മർമ്മയുടെ ട്രെയിനിങ്ങിന് മോഡേൺ മെഡിസിനിലെ ഒരാൾ ഡോക്ടർ ആനന്ദ് വിജയാണ്. ഇദ്ദേഹം ഓസ്ട്രേലിയയിലും സൗത്ത് ആഫ്രിക്കയിലും സാംബിയയിലും ഒക്കെ ഇൻ്റർനാഷണൽ രംഗത്ത് ആരോഗ്യ രംഗത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹം നമ്മുടെ ഈ CPs റിഫ്ലക്സ് മർമ്മയുടെ മോഡേൺ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റുകളെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ തെറാപ്പിസ്റ്റുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ് ഡോക്ടർ ആനന്ദ്. ഇത് ഡോക്ടർ സാഗൽ ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ ആയുർവേദ രംഗത്ത് റിഫ്ലക്സോളജി ഞങ്ങളുടെ റിഫ്ലക്സ് മർമ്മ പ്രോഗ്രാമിലേക്ക് ആയുർവേദത്തെ കമ്പൈൻ ചെയ്ത് കൊണ്ടുവന്ന് അതിനെ എങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ അഡ്വൈസ് തരുന്നത് ഡോക്ടർ ആനന്ദാണ്. ഡോക്ടർ സാഗലാണ്. മൂന്നാമത് കേരള യൂണിവേഴ്സിറ്റിയിലെ നഴ്സിംഗ് സൂപ്പർവൈസറായി റിട്ടയർ ചെയ്ത AK വിനോദ മാഡമാണ്. അപ്പോൾ ഇതൊരു ഒരു കെയറാണ്, ഒരു വെൽനസ് തെറാപ്പിയാണ്. ആ വെൽനസ് തെറാപ്പിയിൽ കെയറിങ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ കെയറിങ് കൊടുക്കുന്നതിന് ഏറ്റവും ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ് വിനോദ മാഡമാണ് ഇതിൻ്റെ കെയറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഒരു ചോദ്യം, ഇത്തരത്തിലൊരു റിഫ്ലക്സ് മർമ്മ കേരളത്തിന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇത് എന്താണ്, ഇതിന് എത്ര അത്യാവശ്യം, ഇതിന് കൊമേഴ്ഷ്യൽ വശം മാത്രമാണോ ഇല്ലയോ എന്ന്. അതിന് മറുപടി പറയുന്നതിന് ആദ്യത്തെ ഭാഗം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു സുഹൃത്ത് നിങ്ങളുടെ മാധ്യമരംഗത്തുള്ള, കേരളത്തിലെ പ്രമുഖ മാധ്യമരംഗത്തുള്ള, ആ മാധ്യമരംഗത്തിൻ്റെ വളരെ പരമപ്രധാനമായ ഒരു സ്ഥാനത്തുള്ള ഒരു വ്യക്തി, ഒരു മധ്യവയസ്സുള്ള സുന്ദരനായ ഒരാൾ, സാമ്പത്തികമായി നല്ല നിലയിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഡയബറ്റീസ് ഉണ്ടായിരുന്നു, ചെറിയ തോതിൽ, കാലിൽ ചെറിയ തോതിൽ മരവിപ്പുണ്ടായിരുന്നു. ആ മരവിപ്പിൻ്റെ ഇടയ്ക്ക് പുള്ളി കാലിൽ ചെറിയൊരു മുള്ളു കൊണ്ടു. ആദ്യം അത് പഴുത്തു, പിന്നെ കാലിൻ്റെ സോളിലെ പാദത്തിലെ ആ തൊലി ഭാഗം, മാംസഭാഗം എല്ലാം അളിഞ്ഞു അത് മുറിച്ചു മാറ്റി. ഒരു മാസം കഴിഞ്ഞപ്പം അവിടെ നിർന്നില്ല, ഇൻഫെക്ഷൻ മുകളിലോട്ട് കയറി. കഴിഞ്ഞ 1.5 മാസം മുമ്പ് അദ്ദേഹത്തിന് മുട്ടിന് താഴെ ആംപ്യൂട്ട് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ അദ്ദേഹം കാല് നഷ്ടപ്പെട്ട് ബെഡ് റെസ്റ്റിലാണ്. ഹീ സ്റ്റിൽ ഇൻ സർവീസ്, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളാണ്. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. എൻ്റെ അമ്മ 75-ാമത്തെ വയസ്സിൽ ഡയബറ്റീസ് വന്ന ഒരു കാല് നഷ്ടപ്പെട്ട ഒരാളാണ്. ഒരു കാല് മുറിക്കപ്പെട്ട കഴിഞ്ഞാൽ ഒരമ്മയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മാനസികമായി തളർന്നുപോയൊരവസ്ഥയിൽ ജീവിച്ച ഒരാളാണ്. അപ്പം എൻ്റെ അമ്മയും എൻ്റെ സുഹൃത്തും അനുഭവിക്കുന്ന ഈ കാലുമുറിക്കൽ ശസ്ത്രക്രിയയല്ലാതെ മറ്റൊരു പ്രതിവിധി ഈ ഡയബറ്റീസിന് അനുബന്ധിച്ചുള്ള ലെഗ് നമ്പിനെസ്സിന് ഇല്ല. ഡയബറ്റീസ് വന്ന് കാല് ഇൻഫെക്ഷൻ ആയാൽ മുറിച്ചു മാറ്റാൻ ഇവിടെ ആരോഗ്യ സംവിധാനങ്ങളുണ്ട്. ഇനി ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ മറ്റൊരു മേഖലയില്ല. ഏത് ശാസ്ത്രം എടുത്തു കഴിഞ്ഞാലും ഈ ഡയബറ്റിക്സ് നമ്പിനെസ് പോലുള്ള, ഡയബറ്റിക് ഫൂട്ട് പോലുള്ള അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്തുന്നതിന് ഒരു സംവിധാനം ഇവിടെ ഇല്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലേക്ക് ഒരു പുതിയ വെൽനസ് സമ്പ്രദായമാണ് ഈ CPs റിഫ്ലക്സ് മർമ്മ എന്നതിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നമ്മുടെ മാധ്യമ പ്രവർത്തകർ നമ്മളോട് സഹകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇതൊരു ആപ്പിൻ്റെ പ്രകാശനമല്ല. ഇത് കേരളം അനുഭവിക്കുന്ന ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ടുള്ള, അത് ലെഗ് നമ്പിനെസ് മാത്രമല്ല കേട്ടോ, ഹൈപ്പർ ടെൻഷൻ. ഇപ്പോൾ ടെക്നോ പാർക്കിലുള്ള ഹൈ ലെവൽ വർക്ക് ചെയ്യുന്ന IT പ്രൊഫഷണൽസ് ഒക്കെ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ. എന്തിന്, മാധ്യമരംഗത്തുള്ള നിങ്ങളുടെ ആളുകൾക്ക് പോലും റെസ്റ്റ് എടുക്കാൻ സമയമില്ലാതെ നിരന്തരമായി ഓടുന്നതിനിടയിൽ ജിമ്മിൽ പോകുവാനോ യോഗ ചെയ്യുവാനോ സമയം കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഇന്ന് ഒരു ഫലപ്രദമായ ഒരു സൗകര്യപ്രദമായ രീതിയിൽ ലഭിക്കുന്ന ഒരു അവസ്ഥ ഇല്ല. അതുകൊണ്ടാണ് ഈ CPs റിഫ്ലക്സ് മർമ്മ നമ്മൾ ഈ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതിന് തക്കതായ നമ്മളുടെ ഒരു സമൂഹം ഇവിടെയുണ്ട്, അത് കോളേജ് വിദ്യാർത്ഥികളാണ്. അപ്പോൾ കോളേജ് വിദ്യാർത്ഥികളെ നമുക്ക് ഇത് ഒരു 3 ദിവസത്തെ സ്കിൽ ട്രെയിനിങ്ങിലൂടെ പ്രാപ്തരാക്കിയാൽ അവർ താമസിക്കുന്ന പരിസരങ്ങളിലേക്ക് അവർക്ക് സർവീസ് കൊടുക്കാൻ പറ്റും. ഇതുപോലെ എൻ്റെ അമ്മയെ പോലെ കാല് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആളുകളുടെ കാലിനെ പരിചരിക്കാൻ പറ്റും. എൻ്റെ സുഹൃത്തായ മാധ്യമപ്രവർത്തകന് അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ട കാലുകളെ സംരക്ഷിക്കാനൊരവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് സമീപിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലാത്തതാണ് അതിൻ്റെയൊക്കെ ദൂഷ്യവശം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ റിഫ്ലക്സ് മർമ്മ നിങ്ങളോട് എന്താ പറയണ്ടേ, ഒരു സമൂഹത്തിൻ്റെ
സമൂഹത്തിൻ്റെ ബോധവൽക്കരണത്തിന് മാധ്യമങ്ങളുടെ സഹകരണം അത്യാവശ്യമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഈ പ്രസ് ക്ലബിൽ വെച്ച് ഇതിനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് തീരുമാനിച്ചത്. ഇത്രയാണ് ഈ CP's റിഫ്ലക്സ് മെർമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.